കാരണം നമുക്ക് റേഷൻ കടയിൽ പോകാനുണ്ട്, മാവേലി പോകാനുണ്ട്, പിന്നെ നമ്മൾ ദിവാലി ഇങ്ങ് വന്നില്ലേ. അപ്പം എൻ്റെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഓട്ടോയിലാണേ. നമ്മളപ്പോൾ വണ്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും പറയണ്ട. ഓട്ടോയിലിരുന്ന് അറിയാലോ, നമ്മുടെ ഓട്ടോ നല്ല രസത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. രണ്ട് സൈഡിലും വിൻഡോ ആയതുകൊണ്ട് തന്നെ കാറ്റ് കുറേ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ ഒതുക്കി വെച്ചതും ഒക്കെ കാറ്റ് പറപ്പിക്കും ഗായ്സ്. അപ്പോൾ ബാബാറ്റെ ഞാനും അപ്പം അങ്ങനെയൊക്കെ തലയിൽ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ റോഡ് പണിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് വെള്ളം ഒഴുകാൻ വേണ്ടിയിട്ട് സൈഡിൽ അവർ എന്തോ മേക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, സിമെൻ്റൊക്കെ ഇട്ട് പകുതി സ്ഥലത്ത് അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസ് പോകുന്ന റോഡാണ് ഇത്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്കും സാധനങ്ങളൊക്കെ നമ്മുടെ എന്താ പറയുക റോഡിലുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിന് വലിയ ട്രാഫിക്കൊന്നും അല്ല കേട്ടോ, കുഞ്ഞു ട്രാഫിക്കാണ് എങ്കിലും ട്രാഫിക്കാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ നമ്മൾ എങ്ങോട്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് മോസ്റ്റ് ആയിട്ടുള്ള കാറ്റ് വരാൻ പോകുന്നത്. കാരണം ഇത് മാനന്തവാടി ബത്തേരി റൂട്ട് ആണ്. അതുകൊണ്ട് തന്നെ റോഡ് നല്ല രസത്തിലുള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഇവിടുന്ന് പാഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഹെയർ സ്റ്റൈലിൻ്റെയൊക്കെ കാര്യം നല്ല തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കഷ്ണം മുറിച്ചിട്ട പോലെ ആയിട്ടുണ്ട് മുടിയൊക്കെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതേ രസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, കാറ്റൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നല്ല സണ്ണി ഡേ ആണ് കേട്ടോ. അപ്പം നല്ല വെയിലുള്ള ദിവസമാണ്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മുടെ ടൗണിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ മാവേലിയിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ, സപ്ലൈകോയിലേക്ക്. അപ്പം ഞാനിതേ ചാടി ഇറങ്ങിയിട്ടുണ്ട്. മുടി എല്ലാം ഇതേ താളം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പം എപ്പോഴും കൈ തലയിലേക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പം മുടിയൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ എങ്ങോട്ടാണ്? മാവേലിയിലേക്ക് ചാടി കയറി പോവാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഞാൻ തന്നെയാണ് ഗൈസ് പോവുക. വെയിലത്ത് ഞാൻ പൊരിഞ്ഞ് കരിഞ്ഞു പോകും. ഒന്ന് ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ടത് നന്നായി, അല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തുമ്പം ഒരു 1.5 കോലം മായനേയും ഗൈസ്.